Hi everybody, happy to see you all. നമ്മളൊരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു മെന്ററോ അല്ലെങ്കിൽ ഏത് കോച്ചിങ്ങോ എന്ത് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നമുക്ക് ഇന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. നമുക്ക് വെർച്വലിയും നല്ലൊരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. പക്ഷെ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പലരുടെയും കൺഫ്യൂഷൻ. ഇന്ന് അതിന് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ടൂൾസ് ഉണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്കറിയാം, ഒരു ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട് അല്ലേ? നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ബോർഡ്സ് ഉണ്ട്, പെൻസ് ഉണ്ട്, ചാർട്ട് ഉണ്ട്, ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലേ? പക്ഷെ നമ്മളൊരു ലെസൺ പ്ലാനോ കാര്യങ്ങളോ ഓൺലൈനായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഒരു ഇഫക്റ്റീവ് ലെസൺ പ്ലാൻ സെറ്റ് ചെയ്യാന്നുള്ള അതിനുള്ള ഒരു ടൂൾ, അതായത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഇഫക്റ്റീവ് ആയിട്ട് നമ്മളെ ഡിസൈനിങ് സ്കിൽ ഉപയോഗിച്ച് നമ്മളെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് ഫിഗ്മ എന്നാണ് കേട്ടോ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, യൂസും ചെയ്തിട്ടുണ്ടാവും ഫിഗ്മ എന്ന് പറയുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. അപ്പം ഫിഗ്മ ദ കൊളാബറേറ്റീവ് ഇന്റർഫേസ് ഡിസൈൻ ടൂൾ. ഇത് ആക്ച്വലി നമ്മൾ ഡിസൈനിങ്ങിനാണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പം എന്തെങ്കിലും പോസ്റ്റേഴ്സ് ഡിസൈനിങ് അല്ലെങ്കിൽ പവർ പോയിന്റ്സ്, അതേപോലത്തെ നമ്മൾ ക്യാൻവ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് കാണുന്ന പോലെ തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫിഗ്മ എന്ന് പറയുന്നത്. പക്ഷെ ഇത് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇത് എങ്ങനെ ടീച്ചിങ്ങിൽ യൂസ് ചെയ്യാം, എങ്ങനെ ലെസൺ പ്ലാനിന് യൂസ് ചെയ്യാം എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഫിഗ്മ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആ www.figma.com എന്നുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് എൻ്റെ ഞാൻ എൻ്റെ മെയിൽ യൂസ് ചെയ്തിട്ട് ആ ഒരു മെയിൽ തന്നെയാണ് ഞാൻ ലോഗിൻ ചെയ്യുന്നത്. ഇത് കണ്ടോ, തിങ്ക് ബിഗർ ബിൽഡ് ഫാസ്റ്റർ. ഓക്കെ, ഇതൊരു ഡിസൈനിങ് ആപ്പാണ് ശരിക്കും, പക്ഷെ ടീച്ചിങ്ങിന് ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമ്മൾ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ഇതിന്റെ യൂസേജ്. ഇതെന്ന് പറയുന്ന ഒരു ഡിസൈനിങ് ആപ്പാണ്. ലൈക്ക് നമ്മൾ ക്യാൻവ അത് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് വൈറ്റ് ബോർഡ് ആയിട്ട് നമുക്ക് ഫിഗ്ജാം ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഫിഗ്ജാം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഫിഗ്ജാം ഇൻ ക്യാൻവ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഫിഗ്ജാം ഫിഗ്മ ഫിഗ്ജാം എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ദ ഓൺലൈൻ കൊളാബറേറ്റീവ് വൈറ്റ് ബോർഡ് ഫോർ ടീംസ്. ഓക്കെ, അപ്പം ഇതൊരു വൈറ്റ് ബോർഡ് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് അറിയാം. ഇത് കണ്ടോ, ഫിഗ്ജാം. നമുക്ക് ഫിഗ്ജാം ഇത് ഫിഗ്മ എന്ന് പറയുന്നത് നമുക്ക് പെയ്ഡും ഉണ്ട്, പക്ഷെ ഫ്രീ വേർഷനിൽ അത്യാവശ്യം നമുക്ക് ആക്സസിബിൾ ആണ്. ഓക്കെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു ഫിഗ്ജാം കണ്ടോ, ഇതും നമ്മൾ മറ്റ് ഈ ഒരു ട്രൈ ഫിഗ്ജാം ഫോർ ഫ്രീ എന്ന് രണ്ടും സെയിം ആയിരിക്കും എന്തായാലും. ഓക്കെ, രണ്ടും സെയിം ആയിരിക്കും എന്തായാലും. അപ്പൊ നമുക്ക് വൈറ്റ് ബോർഡ് അത് ക്ലിക്ക് ചെയ്താലാണ് വൈറ്റ് ബോർഡ് ഓൺ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഇത് ലോഗിൻ ചെയ്യുക, എന്നിട്ട് ഫിഗ്ജാം ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെബ്സൈറ്റ്, PPT, പവർ പോയിന്റ്, ലൈക്ക് പവർ പോയിന്റ്, പിന്നെ പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇതേപോലത്തെ ഒരു ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ട്സ്, ഇപ്പം ക്ലാസ് ടൈമിൽ എങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതല്ലേ, ഒരു വൈറ്റ് ബോർഡിൽ നമ്മൾ ഇനീഷ്യലി തന്നെ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് കുറച്ചും കൂടിയും ഈസി ആയിരിക്കും കാര്യങ്ങൾ. അതായത് ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിനെ കുറച്ചും കൂടിയും എൻഗേജിങ് ആക്കാൻ പറ്റും. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൂൾസ് ഉണ്ട്. അതായത് കുറേ ക്യൂട്ട് ഐറ്റംസ് നമ്മൾ ക്യൂട്ടായിട്ട് നമുക്ക് കുറച്ച് പേസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഭയങ്കര കളർഫുൾ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ChatGPT ഒരു നോട്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു നോട്ട് കൊടുക്കുകയാണ്. ഓക്കെ,
ഇത് നിങ്ങൾ ഇനീഷ്യലി ക്ലാസ്സിന് മുന്നേ നിങ്ങൾക്ക് അറ്റ് ദ ടൈം ക്ലാസ് ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പെന്നായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഒരു പെൻ ടൂള് പോലെയും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലാസ് ടൈമിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ബോർഡിൽ ഇനീഷ്യലി തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിന്റെ സൈസ് ഒന്ന് വലുതാക്കി എന്റെ ഹെഡിങ് സൈസിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഹെഡിങ് സൈസിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ ഒരു സംഭവമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ബാറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു ബാറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എടുക്കാം കേട്ടോ. നമുക്ക് ഹ്യൂജ് സെലക്ട് ചെയ്തു, എക്സ്ട്രാ ലാർജ് മതിയാവും. ഓക്കെ, അപ്പൊ നമ്മളെ ഹെഡിങ് റെഡിയായി. അപ്പൊ ഹെഡിങ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ലേഔട്ടിൽ, അതായത് നിങ്ങൾക്കിപ്പം സ്റ്റേറ്റ് ഓഫ് മാറ്റർ, നമുക്കിപ്പം സോളിഡ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്കിത് എവിടെ വെക്കാം, സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കളർഫുൾ ആക്കാം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഈ സോളിഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സിൽ കൊടുക്കാം. സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസസ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എന്താണോ ഡിസ്ക്രൈബ് ചെയ്തത് അത് മൂന്നും നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സോളിഡ്സ് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്താണോ ടോപ്പിക് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം എന്നില്ല, അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് തന്നെ ചെയ്യണം അങ്ങനെയില്ല. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സോളിഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഇവിടെ കൊടുക്കുക. നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആയ നോട്ട്സ് കാര്യങ്ങൾ ഇന്ന് ഒരുപാട് വെബ്സൈറ്റ്സിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഞാൻ ChatGPT ന്ന് ഒരു നോട്ട്സ് എടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനൊരു ഇത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, പിക്ചേഴ്സ് എടുക്കുക, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി ഇത് കണ്ടോ, ഇനി നമുക്ക് വേറെ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സോളിഡ് ഓൾറെഡി വന്നു. ഓക്കെ, ഇനി ലിക്വിഡ്സിൻ്റെതും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, ഇതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ക്ലാസ് ടൈമിൽ നിങ്ങൾ ഇങ്ങനെ ഒരു നോട്ട്സ് അറേഞ്ച്ഡ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സസ് എടുക്കുകയാണെങ്കിൽ ഇനി ഒന്ന് ടെക്സ്റ്റ് കൊടുക്കുക, ടെക്സ്റ്റ് സ്റ്റാർട്ടിങ് കൊടുക്കുക. ഇനി ടെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി വേണ്ട നോട്ട്സ് ഇപ്പം എന്തേലും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഇതിപ്പം ഈ ഒരു സംഭവം ഇത് നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇതൊക്കെ നമുക്ക് നിങ്ങളുടെ ടോപ്പിക്സിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് സ്മോൾ ആക്കാം. ഇത് നിങ്ങൾ ഒരു വൺ ടൈം വർക്ക് ആണ്. ഇത് നിങ്ങൾ വൺ ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേറെ ടാസ്ക് ആയിട്ട് വരില്ല. അപ്പം ഇനി ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗിയിൽ ഇത് പ്രസന്റ് ചെയ്യണം എന്നാണെങ്കിൽ ഈ ഒരു ഹെഡിങ്സ് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പം നിങ്ങൾ ബാക്കിയുള്ളവരുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ഉണ്ടാവില്ല അല്ലെ. അപ്പം നിങ്ങൾക്ക് അവരുടെ കണ്ടന്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഒരു ലെസൺ പ്ലാൻ ജനറേറ്റ് ചെയ്യാണ് ഇവിടെ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കളർ വേണ്ട, നമുക്കൊരു റെഡ് കളറിൽ കൊടുക്കാം. ഓക്കെ, ബോൾഡ് ആയിട്ട് കൊടുക്കാം. അപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കണ്ടോ, ഇതിനി നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം. ഇതിപ്പോ നിങ്ങൾ ഗൂഗിൾ മീറ്റിലോ എവിടെയെങ്കിലും ഇത് കുറച്ചും കൂടി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ഒക്കെ ചെയ്യാം. ഓക്കെ, അതിനുള്ള ഫീച്ചർ ഒക്കെ നിങ്ങൾക്ക് ഇതാ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ബോൾഡ് ഉണ്ട്, പോയിന്റ്സ് ആയിട്ട് കൊടുക്കാം, പിന്നെ ടെക്സ്റ്റ് അലൈൻമെന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അണ്ടർലൈൻ വേണം നമുക്ക് ഇവിടെ നിങ്ങൾക്ക്
ഒരു സെക്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ആ സെക്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഇടാം. പിന്നെ ഈ ഒരു ഹാൻഡ് ബാർ എന്ന് പറയുന്നത്, ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ബോർഡാണ്. അതായത് ഈ ഒരു വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് ഡ്രാഗ് ചെയ്യാം. ഇതിപ്പം ഞാൻ ഇത് കൺട്രോൾ മൈനസ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്താ, ഇതിന്റെ സൂമിങ് കുറയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ കെമിസ്ട്രീന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ ഹ്യൂജ് പാർട്ട് വരെ നിങ്ങൾക്ക് ഈ ഒരു ബോർഡിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇതാകുമ്പം ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്. ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ സ്റ്റുഡന്റിന്റെ മെയിലിലേക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റുഡന്റിന്റെ മെയിലിലേക്ക് നിങ്ങൾ അത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ സ്റ്റുഡന്റിന് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം എനിവൺ വിത്ത് ദിസ് ലിങ്ക് ക്യാൻ വ്യൂ അല്ലെങ്കിൽ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാവർക്കും എഡിറ്റിംഗ് ഓപ്ഷനും കൂടെ നമുക്ക് കിട്ടും. അതായത് പക്ഷെ നമുക്ക് ആർക്കാണോ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് ഇതിപ്പം പേജ് 1 പേജ് 2 ആഡ് ചെയ്യണം, എക്സ്ട്രാ പേജ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാൻ സ്റ്റാർട്ടർ കൊടുത്തു, കറന്റ് പ്ലാൻ. അപ്പം നിങ്ങൾക്ക് പേജസ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻ വേണം, ഫ്രീ ബട്ട് ലിമിറ്റഡ് ഫീച്ചേഴ്സ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇപ്പം ഉള്ളത്. പ്രൊഫഷണൽ ഉണ്ട്, പ്രൊഫഷണലിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പെയ്ഡ് വേർഷൻ ആണെങ്കിൽ ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് PDF ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾ ഈ ഒരു പോർഷനിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഒരു PDF ഇൻസേർട്ട് ചെയ്യണം. അതായത് പുറത്തുനിന്ന് ഒരു PDF ഇമേജോ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ഫയൽ ഇമ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഫയൽ ഇമ്പോർട്ട്. അപ്പം ആ ഒരു ഇമ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള PDF, ഇപ്പം ഒരു സമ്മറി നോട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജാംബോർഡ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ആ PDF എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഇൻസേർട്ട് ആയി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആ PDF യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്ലാസ്സസ് എടുക്കാം. അല്ലെങ്കിൽ ആ ഒരു പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാം, നിങ്ങൾ ഇങ്ങനത്തെ ബൂത്തിൽ നിങ്ങളുടേതായ ഒരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവുക. ഓക്കെ, നമ്മുടെ PDF ഇവിടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം ഒന്നും വേണ്ട, ബാക്ക് സ്പേസ് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇതൊന്നും വേണ്ട. നമ്മൾ ഏത് PDF ആണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടെക്സ്റ്റ് മാത്രം എടുക്കാം. വേവ് ലെങ്ത്, ഇതിന്റെ ടെക്സ്റ്റ് മാത്രം, റെക്കമെൻഡേഷൻ ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് എടുക്കാം. ഇനി എനിക്ക് ഈ PDF ഇൻസേർട്ടിങ് വേണ്ട, ഞാനിത് റിമൂവ് ചെയ്യാണ്. ഓക്കെ, എനിക്ക് PDF ഇൻസേർട്ടിങ് വേണ്ട. ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി ഈ ഒരു ഫീച്ചറൊക്കെ നമുക്ക് പെയ്ഡ് വേർഷനിലാണ് യൂസ് ചെയ്യാൻ പറ്റുക കേട്ടോ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ബോർഡ്, അതായത് ഇഫക്റ്റീവ് ബോർഡായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഫിഗ്ജാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫിഗ്മയിലുള്ള ഫിഗ്ജാം എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഇഫക്റ്റീവ്നെസ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിപ്പം നമുക്ക് ഇവിടെ ഒരു ടേബിൾസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കോളംസ് എക്സ്ട്രാ ഇൻസേർട്ട് ചെയ്യണം, റോസ് എക്സ്ട്രാ ഇൻസേർട്ട് ചെയ്യണം, നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇതാണ് നമ്മൾ കോളംസ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കുറെ എലമെന്റ്സ്. ഇത് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് നോട്ട്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓരോ പോയിന്റ് വൈസ് പോയിന്റ്സ്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സിന്റെ അവിടെ പോയിട്ട് നമുക്ക് ഓരോ പോയിന്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല ഇഫക്റ്റീവ് ആയിട്ട് ഒരുപാട്, ഇതിപ്പം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിടാം. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ള. ഇത് സ്റ്റാർ ഉണ്ട്, നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീച്ചർ നിങ്ങൾക്ക് ഇതിൽ എടുക്കാം. ഇമോജീസ് ഉണ്ട്, കണ്ടോ? ഇമോജീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് ഒരു കൗതുകം വരും, മാം നമ്മൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ ഇതെങ്ങനെയാ മാം സെറ്റ് ചെയ്തത്? അപ്പം നമുക്ക് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, ചില കുട്ടികൾക്ക്
ഡിഫറെന്റ് കളേഴ്സ് കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പഠിപ്പിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പെൻ ടൂള് പോലെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലെ പെൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കാം. നോർമൽ ജസ്റ്റ് ഒരു പ്ലെയിൻ ബോർഡായിട്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. ഇതാണ് ഇറേസർ എന്ന് പറയുന്നത്. ഇത് ഹൈലൈറ്റർ ആണ്. ഇത് നമുക്ക് ഒരു ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഓരോ സ്കെയിൽസ് അത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എല്ലാ ബൂത്തും ആയിക്കോട്ടെ, ജനറലി ബൂത്തിൽ വരും. പക്ഷെ ഇതിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതിൽ കുറേ ഇമോജീസ് കാര്യങ്ങൾ ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ്സസ് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.